വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കൂടുതലും ഈ വുമൺ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ നമ്മളടുത്ത് ചോദിക്കണ്ടായി കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്താ ഇങ്ങനെ വുമൺ സൈക്കോളജി മാത്രം ചെയ്യുന്നേ, പുരുഷന്മാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമോ അല്ലെങ്കിൽ മെൻ സൈക്കോളജിനെ കുറിച്ച് പറയുമോ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പുരുഷന്മാരുടെ സൈക്കോളജിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരു പുരുഷന്റെ ചില ബിഹേവിയേഴ്സിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത് കാണിക്കുന്ന ഒരു സൈൻ ആണ് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നോർമലി നമ്മളോട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആയിക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ആൾ നമ്മളിൽ നിന്നും ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ തമ്മിൽ വലിയ ഫൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു. അവർ പഴയ പോലെ നമ്മളോട് സംസാരിക്കുന്നില്ല, പഴയ പോലെ നമ്മൾ സംസാരം കേൾക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അതുപോലെ പഴയ പോലെ നമ്മളടുത്ത് ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരുടെ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ അവർ വളരെയധികം കോൺഷ്യസ് ആവുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് അവരുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ബെഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പാനിക് ആവുന്നു, നമ്മളടുന്ന് ഫോൺ വാങ്ങിക്കുന്നു, നീ എന്തിനാ എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോൺ എടുത്ത്, ഈ രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരവരുടെ മൊബൈൽ ഫോണിനെ പ്രൈവറ്റ് ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനകത്ത് എന്തോ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഇത്തരത്തില് ഒരു മറ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കൂടുതൽ അവർ സീക്രസി കാണിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാര്യങ്ങളെ സീക്രട്ട് ആക്കി വെക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തോ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് എന്ന് നിങ്ങളിൽ ഒരു തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, അവർക്ക് ഈ റിലേഷൻഷിപ്പിലുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് പണ്ട് ഒരുമിച്ച് പുറത്തു പോകാനും അല്ലെങ്കിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ നിങ്ങൾ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് നമുക്കൊന്ന് പുറത്തു പോവാം അല്ലെങ്കിൽ നമുക്കിന്ന് ഫുഡ് കഴിക്കാൻ പോവാം, ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരതിന് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടായി, അപ്പം അവരതിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇടുന്നില്ല. കാരണം നിങ്ങൾ അവരോട് മിണ്ടിയാലും മിണ്ടിയിട്ടില്ലെങ്കിലും അവർക്കൊന്നുമില്ല. ഈ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവർ ഇമോഷണലി വേറെ ആരെയോ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം, അൺയൂഷ്വൽ ആയിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിലും റൂട്ടീൻസിലൊക്കെ ഉള്ള ചേഞ്ചസ് ആണ്. അവർ ഒരുപാട് ഗ്രൂമിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അതായത് അവരെ തന്നെ നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് വെക്കാൻ അവർ ശ്രമിക്കുന്നു. നോർമലി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷെ സാധാരണ അങ്ങനെ ചെയ്യാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം അവർ ഗ്രൂമിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നു, അവരവരുടെ ഡ്രസ്സിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പുതിയ പുതിയ ക്ലോത്ത്സ് വാങ്ങുന്നു, അതുപോലെ നിങ്ങളോട് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും തരാത്ത രീതിയിലുള്ള പ്ലാൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നു, അവർ ഭയങ്കരമായിട്ട് ബിസി ആവുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്ന് കൺഫേം പറയുകയല്ല, പക്ഷേ അവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങളിപ്പോ അവരുടെ ഈ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണ് കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത് ഓപ്പൺ ആയിട്ട് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡിഫെൻസീവ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിനക്ക് തോന്നുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല, പിന്നെ നീ അങ്ങനെ ചിന്തിച്ചത് നിന്റെ കുറ്റാണെന്നുള്ള രീതിയിൽ ആ ഒരു ബ്ലെയിം നിങ്ങളുടെ മേലേക്ക് ഇട്ട് തരുന്നതായിട്ടും അതുപോലെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ടും നിങ്ങളെ കുറ്റം പറയുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ബിഹേവിയർ നിങ്ങളുടെ ഹസ്ബൻഡോ പാർട്ട്ണറോ നിങ്ങളോട് കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലായ്പ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യരുത്. കാരണം ഇത്തരത്തിലുള്ള ബിഹേവിയറിന് പിന്നിലുള്ള വേറെ പല റീസൺസും ഉണ്ട്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്ക് പ്രഷറോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും സിമിലർ ആയിട്ട് തന്നെയാണ് ഒരു പുരുഷൻ ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് കൃത്യമായി താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി റാഷ്ന സൈനിങ് ഓഫ്.